അപ്പൊ ഒരാൾ നിക്കാഹ് ചെയ്യുന്നത് തന്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ നിർവഹിക്കാനാണ്, പിന്നെ അയാൾക്ക് സ്വാലിഹീങ്ങളായ മക്കൾ ജനിക്കാനാണ്. ഇത് രണ്ടും സാധ്യമാകുന്നത് അല്ലാഹു തആല വലിയൊരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ഫുർഖാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما والذين يقولون ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകളും അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാൻ കാരുണ്യവാനായ അല്ലാഹുവിന്റെ സൃഷ്ടികൾപ്പെട്ടവരാണ്. വല്ലദീന യഖൂലൂൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം 60-65 ആയത്തുകളുടെ ഭാഗമാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ഞങ്ങളുടെ ഭാര്യമാരിൽ നീ ഞങ്ങൾക്ക് നൽകണമേ, വദുർരിയാത്തിനാ ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് നൽകണമേ, ഖുർറത അയുനിൻ കൺകുളിർമയെ തരയണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കി തരയണമേ. സൂറത്തുൽ ഫുർഖാനിലെ 64-ാമത്തെ ആയത്തിൽ ഒരു ദുആ പഠിപ്പിച്ചു. വല്ലദീന യഖൂലൂൻ ഇങ്ങനെ ദുആ ചെയ്യണം. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ നരകത്തിൽ നിന്ന് കാക്കേണമേ എന്ന് എപ്പോഴും ദുആ ചെയ്യുന്ന ആളുകളും അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. പിന്നെ ആ 64, 65, 66 അങ്ങനെ പോയി 74-ാമത്തെ ആയത്തിൽ അവസാനം പറഞ്ഞ ഇബാദുർ റഹ്മാനിന്റെ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ അടയാളം പറഞ്ഞ ആയത്തിതാണ് വല്ലദീന യഖൂലൂൻ ഇങ്ങനെ ദുആ ചെയ്യുന്നവരും അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. ഇത് പറഞ്ഞിട്ട് പിന്നെ 3 ആയത്തുകൾ കഴിഞ്ഞ് ഈ സൂറ അവസാനിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാൻ. എന്താ ദുആ? റബ്ബന അല്ലാഹുവേ ഹബ് ലനാ മിൻ അസ്വാജിന ഞങ്ങളുടെ ഭാര്യയിൽ, വദുർരിയാത്തിന ഞങ്ങളുടെ മക്കളിലും നീ തരയണമേ, ഖുർറത അയുൻ കൺകുളിർമയെ തരയണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. കല്യാണം കഴിക്കാതെ ഈ ദുആ അങ്ങ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പഠിച്ചവനേക്ക് കുട്ടികളെ തരണം, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. പഠിച്ചവനെ ഭാര്യ നന്നാക്കി തരണം, അവന്റെ ഭാര്യയല്ല, കുട്ടികളില്ല, ഒന്നുമില്ല. അപ്പോ അല്ലാഹു തആല ഇങ്ങനെ ഒരു ദുആ ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി കല്യാണം കഴിക്കണം. അത് വളരെ അല്ലാഹുവിന് ഇഷ്ടമുള്ള ഇബാദത്താണ്. ഈ ദുആയിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. അത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് പറ്റും, കല്യാണം കഴിച്ചവർക്ക് പറ്റും, മക്കളില്ലാത്തവർക്ക് പറ്റും, മക്കൾ ഉള്ളവർക്കും ആണിനും പെണ്ണിനും ദുആ ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായൊരു ദുആയാണിത്. വിവാഹത്തിലേക്ക് അല്ലാഹു തആല ആഗ്രഹിപ്പിക്കുന്നതും ഈ ആയത്തിലൂടെയാണ്. വല്ലദീന യഖൂലൂൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണം. മിൻ അസ്വാജിന എന്ന് ഭാര്യമാർ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് നൽകണം. അസ്വാജ് എന്നത് സൗജ് എന്ന വാക്കിന്റെ പ്ലൂരലാണ്. സൗജ് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് അർത്ഥമുണ്ട്, ഭർത്താവ് എന്നും ഒരേ സമയം. സൗജത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. സൗജത്ത് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫോർ ഫീമെയിൽ, അത് ഭാര്യ തന്നെ പറ്റും, ഭർത്താവ് എന്നോട് അർത്ഥം വരില്ല സൗജത്ത് എന്ന് പറഞ്ഞാൽ. പക്ഷെ സൗജ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം മുദക്കറുമാണ് മുഅന്നസുമാണ്, മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ അറ്റ് ദ സെയിം ടൈം. അതുകൊണ്ട് അതിന്റെ പ്ലൂരല അസ്വാജ്. ഭർത്താക്കന്മാർ, ഭാര്യമാർ രണ്ടും അർത്ഥം വന്നു. നോക്കണം, അള്ളാഹുവിന്റെ ഒരു ദുആ പഠിപ്പിക്കുന്ന രീതി നോക്കൂ. അല്ലാഹു തആല ആ ഉപയോഗിച്ച വാക്ക് നോക്കൂ, അസ്വാജ്. ആ അസ്വാജ് എന്നുള്ള വാക്കേ ഈ അർത്ഥത്തിൽ ആണിനും പെണ്ണിനും പറയാവുന്ന വാക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ പെണ്ണുങ്ങളും ദ്വാരക്കാം. ഭർത്താവ് മോശമാണ്, എന്റെ ഭർത്താവിനെ നന്നാക്കി തരണേ പടച്ചവനെ എന്ന് ദ്വാരക്കുന്ന പെണ്ണ് ഇത് ദ്വാരക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. ഭാര്യ മോശക്കാരിയാണ്, അവളെ നന്നാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവും ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. കല്യാണം കഴിച്ചിട്ടില്ല, ചവനെ കൺകുളിർമയുള്ള ഭാര്യയെ തരയണമേ എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൻ ദുആ ഇറക്കണം. റബ്ബനാ ഹബ് ലനാ. അല്ലെ, നല്ലൊരു സ്വാലിഹായ ഭർത്താവിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയും ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. മക്കൾ ഉണ്ടായിട്ടില്ല, അല്ലാഹുവേ മക്കളെ തരണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. ചവനെ മക്കൾ തരുമ്പോ അത് കൺകുളിർമയുള്ള മക്കളാക്കി തരയണമേ. മക്കളുണ്ട്, പക്ഷെ അവർ മോശക്കാരാണ്, അല്ലാഹുവേ മക്കളെ നന്നാക്കി തരണം. അവർക്കും ദുആ ഇറക്കാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. നീ തന്ന മക്കളും നീ തന്ന ഭാര്യയിലും
ഖുർറത അയുനിൻ കണ്ണിന്റെ കുളിർമയെ തരണമേ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ അല്ലാഹുവേ മുത്തഖീങ്ങൾക്ക് എന്നെ ഇമാമാക്കി തരണമേ. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. ആ പറഞ്ഞതിന് അർത്ഥം എന്താ? എന്റെ ഭാര്യ നന്നാവണം, മക്കളും നന്നാവണം, എന്നെ നന്നാക്കി തരണം. അതാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്നെ മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആൾ. ഇമാമു മഅ്മൂം എന്ന് പറഞ്ഞ ഇമാം ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. അല്ലേ? ഇമാം ഹാസ് ടു ബി ഫോളോഡ്. ഇമാമിനെയാണ് മറ്റുള്ളവർ അനുകരിക്കുക. അപ്പൊ ഇമാം, ഞാൻ ഇമാമ വജഅൽന, ഞങ്ങളാക്കണം, എന്താക്കണം? ഇമാമൻ ലിൽ മുത്തഖീൻ, ലിൽ മുത്തഖീന ഇമാമ. മുത്തഖീങ്ങൾക്ക്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇമാമ് ഞങ്ങളാകണം. ആരെ പറ്റി പറഞ്ഞതൊക്കെ? ഭാര്യ മക്കളൊക്കെയാണ്, കുടുംബക്കാരാണ്, വീട്ടുകാരാണ്. ഇവർക്ക് ഞാൻ മാതൃകയായിട്ട് ജീവിക്കണം. അതുകൊണ്ട് എന്നെ മുത്തഖീങ്ങൾക്ക്, മുത്തഖിയായാൽ പോരായി, മുത്തഖികളിൽ മുത്തഖിയാകണം ഞാൻ. അതുകൊണ്ട് എന്നെയും നന്നാക്കി തരണം പടച്ചവനെ. വാപ്പാക്ക് നിർബന്ധം ഉണ്ടാവും മക്കൾ ടീച്ചറൊന്നും വിളിച്ചുകൂടാന്ന്. വാപ്പാക്ക് നിർത്താനും പറ്റൂല. അല്ലെ? വാപ്പാ കള്ളുകൂടിയൊക്കെ ഉണ്ട്, പക്ഷെ മക്കൾക്ക് ഇത് പറ്റൂല. അല്ല, മക്കൾ നിർത്തണം, മക്കൾ നന്നാവണം, വാപ്പി നന്നാവണം. അപ്പൊ ഈ ദുആ ഇറക്കുമ്പോ എന്തായി? എന്നെ നന്നാക്കി തരണം പടച്ചവനെ, എന്റെ ഭാര്യ മക്കളെയും നന്നാക്കി. എല്ലാവരും എന്തൊരു നല്ല ദുആയാണത്. കുടുംബം മൊത്തം നമ്മൾ എപ്പോഴും ദുആ ഇറക്കണം മുഅ്മിനീങ്ങൾ. ഇപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ദുആ കൊണ്ട് ചോദിച്ചു വാങ്ങിയിട്ട് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ദുആ കൊണ്ട് ചോദിക്കണം. അല്ലെ? മക്കളെ തർബിയത്ത് ചെയ്യുക, മക്കളെ പഠിപ്പിക്കുക, നന്നാക്കിയെടുക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ദുആ കൂടി വല്ലദീന യഖൂലൂൻ, ഇപ്പോഴേ റഹ്മത്ത് കിട്ടുള്ളൂ. ദുആ ഇറക്കണം.